Welcome to today's class. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൗ ക്യാൻ വി മെഷർ ദ ഹൈ റെസിസ്റ്റൻസ് ബൈ ലീക്കേജ്. ലീക്കേജ് മെത്തേഡ് അല്ലെങ്കിൽ ഡിസ്ചാർജ് ഓഫ് കപ്പാസിറ്റർ മെത്തേഡ് വെച്ച് എങ്ങനെയാണ് നമുക്കൊരു സർക്യൂട്ടിലെ ഹൈ റെസിസ്റ്റൻസ് വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു ഡിസ്ചാർജ് ആണ് അല്ലേ. അപ്പോൾ നമ്മൾ ഡിസ്ചാർജിൻ്റെ ഇക്വേഷനൊക്കെ വെച്ചിട്ട് തന്നെയായിരിക്കും നമ്മളത് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഈ ഒരു ഡെറിവേഷൻ എന്നുള്ള ഈ ഒരു സെക്ഷൻ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ട് പാർട്ടായിട്ടാണ്. ഒന്ന് അതിൻ്റെ പ്യുവർ ഇക്വേഷൻ ഫോർമുലേഷൻ ടു കാൽക്കുലേറ്റ് ദ റെസിസ്റ്റൻസ് വാല്യൂ. രണ്ടാമത് അതെങ്ങനെയാണ് പ്രാക്ടിക്കലി നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടിയാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് എൻ്റെ കയ്യിലൊരു കപ്പാസിറ്റർ ഉണ്ടെന്ന് വിചാരിക്കുക. ഫുള്ളി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു കപ്പാസിറ്റർ ഉണ്ട്. അതിൻ്റെ ചാർജിൻ്റെ വാല്യൂ Q0 ആണ് ഇനീഷ്യലി എന്ന് വിചാരിക്കും. ഞാൻ ഈ ഒരു കപ്പാസിറ്ററിനെ ടി ടൈം ഇൻ്റർവെല്ലിൽ ഞാൻ എന്ത് ചെയ്തു, ഒരു ഹൈ റെസിസ്റ്റൻസിലൂടെ ഡിസ്ചാർജ് ചെയ്യിക്കാൻ അലോ ചെയ്തു. അപ്പോൾ ഞാൻ ടി ടൈമിൽ ഈ ഒരു കപ്പാസിറ്ററിനെ ഡിസ്ചാർജ് ചെയ്യിക്കുകയാണെന്നുണ്ടെങ്കിൽ ആഫ്റ്റർ ടി ടൈം ആ കപ്പാസിറ്ററിലുള്ള ചാർജ് എത്രയായിരിക്കും? ഒരിക്കലും Q0 ആയിരിക്കില്ല, അതിനേക്കാളും കുറഞ്ഞൊരു വാല്യൂ ആയിരിക്കും. അപ്പം ഞാൻ ആ വാല്യൂവിനെ ഞാൻ അസ്യൂം ചെയ്യുന്നു Q ആണെന്ന് വിചാരിക്കാം. അപ്പം ഞാൻ പറഞ്ഞത് ഇനീഷ്യലി എൻ്റെ കയ്യിലുള്ള കപ്പാസിറ്ററിൻ്റെ ചാർജ് Q0 ആണ്. ടി ടൈം ഇൻ്റർവെല്ലിൽ ഞാനൊരു R റെസിസ്റ്ററിലൂടെ ഞാൻ എന്ത് ചെയ്തു, അതിനെ ഡിസ്ചാർജ് ചെയ്യാൻ അലോ ചെയ്തു. അലോ ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ആ ടി ടൈം കഴിഞ്ഞതിന് ശേഷം എൻ്റെ കപ്പാസിറ്ററിലുള്ള ഇപ്പോഴത്തെ ചാർജ് എന്ന് പറയുന്നത് എത്രയാണ്? Q ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇപ്പം ആ കപ്പാസിറ്ററിലുള്ള ചാർജ് കിട്ടാനുള്ള ഇക്വേഷൻ എന്താണ്? നമ്മുടെ ഡി കെൻ്റെ ഇക്വേഷൻ അല്ലേ, ഡി കെ ഓഫ് ചാർജിൻ്റെ ഇക്വേഷൻ തന്നെയല്ലേ. സോ Q ഈക്വൽ ടു Q0 e റേസ് ടു മൈനസ് ടി ബൈ ആർ സി. ഓക്കെ, ഇനി ഞാനിതിനൊന്ന് മാറ്റാൻ പോവാണ്. ദാറ്റ് ഈസ് Q ബൈ Q0. ഞാൻ ഈ Q0 ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ Q ബൈ Q0 ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് ടി ബൈ ആർ സി. ആൻഡ് എഗെയിൻ ഞാൻ ഇതിനൊന്ന് റിവേഴ്സ് ചെയ്യണം, അല്ലെങ്കിൽ ഞാനതിനെ റെസിപ്രോക്കലാക്കി എടുക്കാൻ പോവാണ്. അപ്പോൾ റെസിപ്രോക്കലാക്കി എടുക്കുമ്പോൾ എന്ത് വരും? Q0 ബൈ Q ഈക്വൽ ടു ഇ റേസ് ടു ടി ബൈ ആർ സി. എങ്ങനെയാണ് വന്നെന്ന് നോക്കുക. ഇവിടെ എന്താ, ഇ റേസ് ടു മൈനസ് ടി ബൈ ആർ സി അല്ലേ. ഇതിനെനിക്ക് വേണമെങ്കിൽ 1 ബൈ ഇ റേസ് ടു ടി ബൈ ആർ സി എന്ന് എഴുതിക്കൂടെ? ഓക്കെ, എന്നിട്ട് പിന്നെ ഞാൻ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ എന്ത് വരും? ഇത് റിവേഴ്സ് ചെയ്യും. അപ്പോൾ അതേപോലെ ഇത് റിവേഴ്സ് ചെയ്യുമ്പോൾ എന്ത് വരും? ഇ റേസ് ടു ടി ബൈ ആർ സി. ഓക്കെ, ആലോചിക്കുക, ഇതിനെ നമുക്ക് 1 ബൈ ഇ റേസ് ടു ടി ബൈ ആർ സി എന്ന് എഴുതാം. റിവേഴ്സ് എടുക്കുമ്പോൾ ആ ഡിനോമിനേറ്റർ ഉള്ളത് ന്യൂമറേറ്ററിലേക്ക് പോകും. അതാണ് ഞാൻ ഈ ഇക്വേഷൻ എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഇനി ഈ ഇക്വേഷൻ 2നെ ഞാൻ രണ്ട് സൈഡും ഞാൻ ലോഗ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോകണം. ലോഗരിതം ടു ദ ബേസ് എക്സ്പോണൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോകണം. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവർ ഇക്വേഷൻ ബിക്കം log Q0 by Q equal to T by RC. Okay, logarithm to the logarithm into exponent എന്താണ്? ln into e എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. അതുകൊണ്ടാണ് ഈ RHSലുള്ള ടേം T by RC മാത്രമായിട്ട് മാറിയിട്ടുള്ളത്. ഓക്കെ, ഇനി ഇക്വേഷൻ 3 നോക്കിയേ. നമ്മുടെ ആവശ്യം എന്താ? R കണ്ടുപിടിക്കുക എന്നുള്ളതല്ലേ. ഇവിടെ നിങ്ങൾക്ക് R കണ്ടുപിടിച്ചൂടെ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? ഈ ആറിനെ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ഈ log Q0 by Qനെ എന്ത് ചെയ്യുക? ഇപ്പുറത്തേക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. സോ our equation is R equal to T by C log Q0 by Q. ശ്രദ്ധിക്കുക, ഇവിടെ T ഓൾറെഡി ഉണ്ട്, C ഇവിടെ ഓൾറെഡി ഉണ്ട്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇയാൾ ഇങ്ങോട്ടേക്ക് വരും, ഇയാൾ അങ്ങോട്ടേക്ക് പോകും. അപ്പം R ഈക്വൽ ടു T by C log Q0 by Q. ഇവിടെ ലോഗരിതം ടു ദ ബേസ് എക്സ്പോണൻ്റ് ആണ്. ഇനി ലോഗരിതം ടു ദ ബേസ് 10 ആണെങ്കിലോ R ഈക്വൽ ടു T divided by 2.303 C log to the base 10 Q0 by Q. So this is the equation to calculate the resistance by leakage method. പക്ഷേ ഈ റെസിസ്റ്റൻസ് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആരൊക്കെ അറിയണം? ഒന്ന്, എത്ര സമയത്തേക്കാണ് നമ്മൾ ഈ ഡിസ്ചാർജ് അലോ ചെയ്തിട്ടുള്ളതെന്ന് അറിയണം, T അറിയണം. പിന്നെ നമ്മൾ യൂസ് ചെയ്ത കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ C എത്രയാണെന്ന് അറിയണം. പിന്നെയോ Q0 by Q എത്രയാണെന്ന് അറിയണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? റെസിസ്റ്റൻസിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുള്ളത് എന്താ വെച്ചാൽ ടി സ്റ്റോപ്പ് വാച്ച് ചെയ്ത് വെച്ച് നമുക്ക് ചെയ്യാം. സി എന്ന് പറയുന്നത് അതിൻ്റെ മുകളിൽ മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഏതാ കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നത് നമുക്കറിയാം. ഓക്കെ, സിൻ്റെ വാല്യൂ അറിയാം. പക്ഷേ Q0 by Q അല്ലെങ്കിൽ Q0 അതേപോലെ Q കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുക? നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചാർജ് കണ്ടുപിടിക്കുക എന്നുള്ളതല്ല ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഈ ഒരു ചാർജിന് അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിൽ ആ കപ്പാസിറ്ററിലുള്ള ചാർജിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റിയാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുക. പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റിയാണ് കണ്ടുപിടിക്കുക. കാരണം ചാർജ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അവിടെ മെഷർ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അത്രയും സിറ്റുവേഷനിൽ വി വിൽ യൂസ് അനദർ ഡിവൈസ് ഓർ ഇൻസ്ട്രുമെൻറ്റ് ടു കാൽക്കുലേറ്റ് ദ റേഷ്യോ ഓഫ് Q0 by Q. Q0 by Q എന്ന് പറഞ്ഞ റേഷ്യോ കാണാൻ വേണ്ടി നമ്മൾ മറ്റൊരു ഡിവൈസ് അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രുമെൻറ്റ് നമ്മൾ യൂസ് ചെയ്യും. അതിൽ ഒരു ഈ ചാർജിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു പ്രൊപ്പോർഷണൽ ക്വാണ്ടിറ്റി അവിടെ നമുക്ക് കാണാൻ പറ്റും. ആ ക്വാണ്ടിറ്റികളാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്?
ഇനി Q0/Qന് പകരം നമ്മൾ പ്രാക്ടിക്കലി ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, നമ്മളവിടെ റീറൈറ്റ് ചെയ്യാൻ പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു കേസും കൂടെ നമുക്ക് പ്രാക്ടിക്കൽ ഇംപ്ലിമെൻറ്റേഷൻ എങ്ങനെയാണെന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആവും. ഓക്കെ, സോ പ്രാക്ടിക്കൽ ഇംപ്ലിമെൻറ്റേഷന് വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന ഒരു സർക്യൂട്ടാണിത്. ഈ സർക്യൂട്ടിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, യു വിൽ ഹാവ് എ കപ്പാസിറ്റർ, ഹൈ റെസിസ്റ്റൻസ്, ഈ ആറാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ഹൈ റെസിസ്റ്റൻസ്, BG എന്ന് പറഞ്ഞാൽ ബാലിസ്റ്റിക് ഗാൽവനോമീറ്റർ ആണ്, പിന്നെ സെല്ലാണ്, പിന്നെ 3 കീസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പരിചയമില്ലാത്ത ആളെന്ന് പറയുന്നത് ആരായിരിക്കും? BG ആയിരിക്കും, ബാലിസ്റ്റിക് ഗാൽവനോമീറ്റർ. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, നമ്മളൊരു കപ്പാസിറ്ററിലെ ചാർജ് അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിൽ എത്രയാണ് ചാർജ് ഉള്ളതെന്ന് അറിയാൻ വേണ്ടി നമ്മളൊരു ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെയ്യുന്നു പറഞ്ഞു. ആ ഇൻസ്ട്രുമെൻറ്റിലെ ഒരു റീഡിങ് അല്ലെങ്കിൽ ഒരു ക്വാണ്ടിറ്റി റീഡിംഗ് ആണ് നമ്മൾ അതിൻ്റെ റേഷ്യോ ആയിട്ട് നമ്മൾ എടുക്കുന്നതെന്ന് പറഞ്ഞു അല്ലേ. അപ്പം BG ആണ് ആക്ച്വലി ഈ ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിലെ ഈ ചാർജിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിഫ്ലക്ഷൻ നമുക്ക് തരുന്നത്, അല്ലെങ്കിൽ ആ ഒരു പ്രൊപ്പോർഷണൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ആ BGയിലുള്ള ബാലിസ്റ്റിക് ഗാൽവനോമീറ്ററിലുള്ള ഡിഫ്ലക്ഷനാണ്. ബാലിസ്റ്റിക് ഗാൽവനോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല, ഒരു നമ്മുടെ നോർമൽ ഗാൽവനോമീറ്റർ പോലെ തന്നെയാണ്, പക്ഷേ ഇവിടെ റീഡിങ് നീഡിലിന് പകരം ഒരു ഹൊറിസോണ്ടൽ സ്കെയിലാണ് ഉണ്ടാവുക. ഈ ഹൊറിസോണ്ടൽ സ്കെയിലിൽ ഒരു ലൈറ്റ് ബീം ഉണ്ടാവുക. ഈ ലൈറ്റ് ബീമാണ് എന്ത് ചെയ്യുന്നത്, ഇത് ഡിഫ്ലക്ട് ചെയ്യുന്നത്. അത് സെൻട്രൽ പൊസിഷനിൽ നിന്ന് റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും അത് എന്ത് ചെയ്യും, ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇവിടെ ഓസിലേഷന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു സർക്യൂട്ട് BGയിലേക്ക് നമ്മൾ കറണ്ട് കൊടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ചാർജിനെ ഡിസ്ചാർജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നുള്ള, കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലുള്ള ഒരു കോയിലുണ്ട്. ആ കോയിൽ എന്ത് ചെയ്യാൻ തുടങ്ങും, റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. കാരണം ഇതിൻ്റെ ഉള്ളിലൊരു മാഗ്നറ്റിക് ഫീൽഡാണ് ഈ ഒരു കോയിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് കറണ്ട് വരുന്ന സമയത്ത് കറണ്ട് ക്യാരിങ് കോയിൽ പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് വിൽ റൊട്ടേറ്റ് എന്നുള്ളതാണ്. ടോർക്ക് അവിടെ ഉണ്ടാവും. പക്ഷേ ഈ ടോർക്കിന് ഓപ്പോസ് ചെയ്തിട്ട് ഇതിൻ്റെ സ്ട്രിങ്ങിൻ്റെ എന്താ പറയുക, ട്വിസ്റ്റിംഗ് കപ്പിളും കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ അത് രണ്ടും കൂടെ ബാലൻസ് ചെയ്യുന്ന സമയത്താണ് ശരിക്കും എന്ത് ചെയ്യുന്നത്, അത് ബാലൻസ് ചെയ്യുന്ന സമയത്താണ് ആ ഒരു ഡിഫ്ലക്ഷൻ ഒരു സ്ഥലത്തേക്ക് പോയിട്ട് തിരിച്ചു വരുന്നത്. അപ്പം ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ BGയിൽ നമ്മൾ ഈ ഒരു ഡിഫ്ലക്ഷൻ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. നമുക്ക് BG കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, ഇനി ഞാനിതിൻ്റെ പ്രൊസീജിയറിലേക്ക് പോവാണ്. ഓക്കെ, നമ്മുടെ ആവശ്യം എന്താണ്, വി വാണ്ട് ടു കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് ഇൻ ദിസ് സർക്യൂട്ട് യൂസിങ് ലീക്കേജ് മെത്തേഡ്. ഓക്കെ, അപ്പം ആദ്യം എൻ്റെ ആവശ്യം എന്ന് പറയുന്നത്, ഐ വാണ്ട് ടു ചാർജ് ദ കപ്പാസിറ്റർ. ഈ കപ്പാസിറ്ററിനെ ചാർജ് ചെയ്യണം. കപ്പാസിറ്ററിനെ ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, K1 കീ ക്ലോസ് ചെയ്യണം, എന്നാലേ സോഴ്സ് ഓഫ് EMF അവിടെ കണക്റ്റ് ആവുള്ളൂ. ഇത് രണ്ടും ഓപ്പൺ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പ്രൊസീജിയർ അതാണ്, ക്ലോസ് K1 ആൻഡ് കീപ് K2 ആൻഡ് K3 ഓപ്പൺ സോ ദാറ്റ് ദ കപ്പാസിറ്റർ ഗെറ്റ് ചാർജ്ഡ്. ഓക്കെ, അങ്ങനെ വൺസ് അത് ഫുള്ളി ചാർജ്ഡ് ആയി എന്ന് വിചാരിക്കാം. ഫുള്ളി ചാർജ്ഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ സെല്ല് ഡിസ്കണക്ട് ചെയ്യും. അപ്പോൾ K1 ഞാൻ എന്ത് ചെയ്യും, ഓപ്പൺ ആക്കണം. പിന്നെ എനിക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇപ്പം എത്രയാണ് ആ കപ്പാസിറ്ററിലുള്ള ചാർജ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി വേണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആര് യൂസ് ചെയ്യുന്നത് പറഞ്ഞു, BG യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, അടുത്ത സ്റ്റെപ്പിൽ ഞാൻ ചെയ്യും, K1 ഞാൻ ഓപ്പൺ ചെയ്യും, K3 ഓപ്പൺ ആക്കി തന്നെ ഇടും, K2 ഞാൻ എന്ത് ചെയ്യും, ക്ലോസ് ചെയ്യും. അപ്പോൾ K2 ക്ലോസ് ആക്കുമ്പം ഈ ഒരു സർക്യൂട്ടാണ് ക്ലോസ്ഡ് ആയിട്ടുള്ള സർക്യൂട്ട്. അപ്പോൾ എന്ത് ചെയ്യും, ഈ കപ്പാസിറ്റർ BGയിലൂടെ ഡിസ്ചാർജ് ചെയ്യാൻ തുടങ്ങും, അല്ലെങ്കിൽ BGയിലൂടെ ചാർജ് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. അപ്പം ആ പെർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിലുള്ള ചാർജിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിഫ്ലക്ഷൻ, അല്ലെങ്കിൽ നമ്മൾ പറയും ത്രോ എന്ന് പറയും. ഡിഫ്ലക്ഷൻ അല്ലെങ്കിൽ ത്രോ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് ആ ഒരു സ്കെയിൽ, ഹൊറിസോണ്ടൽ സ്കെയിലിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പം ആ ത്രോ ഈസ് കറസ്പോണ്ടിങ് ടു ദ ചാർജ് അറ്റ് ദാറ്റ് പെർസെൻറ്റ് ടൈം. ആ ഒരു ടൈമിലുള്ള ചാർജിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിഫ്ലക്ഷൻ ആണത്. ഈ ഡിഫ്ലക്ഷൻ നമ്മൾ മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ത്രോ എന്ന് പറയും. ത്രോ നമ്മൾ റെപ്രസെൻറ്റഡ് ബൈ θ0. അപ്പം നോക്കുക, ഓപ്പൺ K1 ആൻഡ് ക്ലോസ് K2 സോ ദാറ്റ് ദ കപ്പാസിറ്റർ ഡിസ്ചാർജസ് ത്രൂ ദ BG വിച്ച് റെക്കോർഡ്സ് എ ത്രോ. ത്രോ മീൻസ് ഡിഫ്ലക്ഷൻ θ0 which will be proportional to Q0. അപ്പോൾ Q0 ചാർജിന് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ളതായിരിക്കും ആര്, θ0. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം, അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് വീണ്ടും നമ്മൾ എന്ത് ചെയ്യും, ഈ കപ്പാസിറ്റർ ഒന്നും കൂടെ ഫുള്ളി ചാർജ്, കാരണം ഡിസ്ചാർജ് ആയിട്ടില്ല, നമുക്ക് ആ റെസിസ്റ്ററിലൂടെയുള്ള ഡിസ്ചാർജ് വേണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും നമ്മൾ എന്ത് ചെയ്യും, ഈ കപ്പാസിറ്ററിനെ ചാർജ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, K3യും K2യും ഓപ്പൺ ആക്കിയിടും, K1 ക്ലോസ് ചെയ്ത് വീണ്ടും നമ്മൾ എന്ത് ചെയ്യും, ഈ കപ്പാസിറ്ററിനെ മാക്സിമം ചാർജിലേക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ചാർജ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ നോക്കാം. നൗ ദ കപ്പാസിറ്റർ ഈസ് അഗെയിൻ ചാർജ് ടു മാക്സിമം വാല്യൂ ബൈ ക്ലോസിങ് K1. ക്ലിയർ? ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നമുക്ക് ഇനി നമ്മൾ BGയിലൂടെ ഡിസ്ചാർജ്, ഇപ്പം നമ്മൾ BGയിലൂടെ ഡിസ്ചാർജ് ചെയ്യേണ്ട, കാരണം ഇപ്പം BGയിലൂടെ ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ത്രോ θ0 തന്നെയാണ് കിട്ടുള്ളൂ. അപ്പം ഇനി നമുക്ക് വേണ്ട എന്താണ്, Qന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൾ വേണം അല്ലേ. Q എന്ന് പറഞ്ഞാൽ എന്താ, T ടൈം Rലൂടെ ഡിസ്ചാർജ് ചെയ്തതിന് ശേഷമുള്ള ചാർജിൻ്റെ
വാല്യൂ ആണ് ക്യൂ അല്ലേ. ക്യൂ എന്ന് പറയുന്നത് എന്താണ്? ടി ടൈം ഇൻ്റർവെല്ലിൽ ആറിലൂടെ ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം ആ കപ്പാസിറ്ററുള്ള ചാർജാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് സമയത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു R റെസിസ്റ്ററിലൂടെ നമുക്ക് എന്ത് ചെയ്യണം, ഈ കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എന്താ ചെയ്യുക, K3 ക്ലോസ് ചെയ്യും അല്ലേ, K2 K1 എന്ത് ചെയ്യും, ഓപ്പൺ ചെയ്തിടും. അപ്പം എത്ര സമയത്തേക്കാണോ വേണ്ടത് അത്രയും സമയത്തേക്ക് ഞാൻ എന്ത് ചെയ്യും, എൻ്റെ കീ K3 എന്ന് പറഞ്ഞ കീ ഞാൻ എന്ത് ചെയ്യും, ക്ലോസ് ചെയ്തിടും. ഓക്കെ, നോക്കാം. അടുത്ത സ്റ്റെപ്പ് എന്താണ്, ഓപ്പൺ K1 ആൻഡ് ക്ലോസ് K3 ഫോർ എ നോൺ ടൈം. അതാ പറഞ്ഞത്, നമുക്ക് അറിയുന്ന ഒരു സമയത്തേക്ക്, സോ ദാറ്റ് സം ചാർജസ് ഡിസ്ചാർജസ് ഓർ ലീക്സ് ത്രൂ R റെസിസ്റ്ററിലൂടെ ആ സമയത്തേക്ക് അത് എന്ത് ചെയ്യും, ഡിസ്ചാർജ് ചെയ്യും. അപ്പോൾ നമുക്ക് എത്രയാണോ സമയം വേണ്ടത്, ഇപ്പോൾ ഒരു മിനിറ്റ് ആണെന്ന് വെച്ചാൽ ഒരു മിനിറ്റ് ആണെന്ന് വിചാരിക്കാം. ആ ഒരു മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ആ K3 എന്ന് പറഞ്ഞ കീ എന്ത് ചെയ്യും, ഓപ്പൺ ചെയ്യണം. കാരണം പിന്നെയും ക്ലോസ് ആക്കി വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ചാർജ് ഡിസ്ചാർജ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം നമ്മൾ വീണ്ടും മെഷർമെൻറ്റ് എടുക്കുന്ന സമയത്ത് ആ ടൈമിൻ്റെ കൺസെപ്റ്റ് ആയിരിക്കില്ല അവിടെ. അപ്പം ഏതാണോ നമുക്ക് ആവശ്യമായിട്ടുള്ള സമയം, ആ സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ആ കീ K3 എന്ന് പറഞ്ഞ കീ ഓപ്പൺ ചെയ്തിടാം. ഓക്കെ, അപ്പോൾ K3 ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ കപ്പാസിറ്റർ എത്രയേ ഉള്ളൂ, ഈ ഡിസ്ചാർജിന് ശേഷമുള്ള ചാർജ് ആ കപ്പാസിറ്ററിലുള്ളൂ. ഇനി നമുക്ക് അതിന് ആ ചാർജല്ലേ നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ അടുത്തത് എന്തായിരിക്കും ചെയ്യുക, നിങ്ങളൊന്ന് ആലോചിക്കുക. അടുത്ത് നമ്മൾ എന്തായിരിക്കും ചെയ്യുക, വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, BGയിലൂടെ കടത്തി വിടണം. കാരണം BGയിലൂടെ കടത്തി വിട്ട് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ചാർജിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിഫ്ലക്ഷൻ നമുക്ക് കിട്ടുള്ളൂ. അപ്പം നൗ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യും, വി അഗെയിൻ ക്ലോസ് K2 ആൻഡ് ഓപ്പൺ K3 ആൻഡ് K1. അപ്പോൾ വീണ്ടും നമ്മുടെ കപ്പാസിറ്റർ എന്ത് ചെയ്യാൻ തുടങ്ങും, ഈ BGയിലൂടെ ഡിസ്ചാർജ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ BGയിലൂടെ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് വീണ്ടും നമുക്ക് എന്ത് ചെയ്യാണ്, ഒരു ഡിഫ്ലക്ഷൻ കിട്ടുകയാണ്. ആ ഡിഫ്ലക്ഷൻ ഈസ് പ്രൊപ്പോർഷണൽ ടു ആരായിരിക്കും, Q ആയിരിക്കും. ഓക്കെ, യെസ്. അഗെയിൻ ഓപ്പൺ K3 റെസിസ്റ്ററിലൂടെയുള്ള കണക്ഷൻ ഡിസ്കണക്ട് ചെയ്യുക ആൻഡ് ക്ലോസ് K2 വൺസ്. ഒരു സമയം കുറച്ച് നേരത്തേക്ക് എന്ത് ചെയ്യുക, ക്ലോസ് ചെയ്യുക. അതായത് BGൻ്റെ കണക്ഷനാണ്. ദ ചാർജ് Q ഡിസ്ചാർജസ് ത്രൂ ദ BG പ്രൊഡ്യൂസിങ് എ ത്രോ തീറ്റ പ്രൊപ്പോർഷണൽ ടു Q. അപ്പം ഡിസ്ചാർജിന് ശേഷമുള്ള കപ്പാസിറ്ററിനെ നമ്മൾ BGയിലേക്ക് കണക്ട് ചെയ്യുന്നു. അതിലൂടെ കുറച്ച് നേരത്തേക്ക് എന്ത് ചെയ്യുന്നു, നമ്മളെന്ത് അതിനെ ഡിസ്ചാർജ് ചെയ്യാൻ അലോ ചെയ്യുന്നു. അങ്ങനെ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ആ BG എന്ത് ചെയ്യും, അപ്പം ആ ഒരു കപ്പാസിറ്ററുള്ള ചാർജിനനുസരിച്ചുള്ള ഡിഫ്ലക്ഷൻ അല്ലെങ്കിൽ ത്രോ നമുക്ക് തരും, വിച്ച് ഈസ് പ്രൊപ്പോർഷണൽ ടു Q ആയിരിക്കും. അപ്പോൾ നോക്കിയേ, ഇവിടെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് Q0/Q മെഷർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു പ്രൊസീജിയർ. അപ്പം Q0/Q എനിക്ക് എങ്ങനെ എഴുതാം, Q0/Q ഈക്വൽ ടു θ0/θ എന്ന് എഴുതിക്കൂടെ. കാരണം Q0ക്ക് പകരം നമ്മൾ മെഷർ ചെയ്ത ആളാണ് θ0 ആണ്, അല്ലെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള BGയിലുള്ള ഡിഫ്ലക്ഷൻ θ0 ആണ്. Qന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിഫ്ലക്ഷൻ ആയിരുന്നു തീറ്റയാണ്. സോ Q0/Q ഈക്വൽ ടു θ0/θ. അപ്പം ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രാക്ടിക്കലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, Q0/Qൻ്റെ വാല്യൂ മെഷർ ചെയ്യാം ഇൻ ടേംസ് ഓഫ് അനദർ ക്വാണ്ടിറ്റി, ദാറ്റ് ഈസ് ത്രോ ഓർ ഡിഫ്ലക്ഷൻ ഇൻ BG. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ വാല്യൂ നമുക്ക് നമ്മുടെ മുന്നത്തെ ഇക്വേഷൻ, ഐ തിങ്ക് ഇക്വേഷൻ നമ്പർ 4 നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇക്വേഷൻ നമ്പർ 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം R ഈക്വൽ ടു T/2.303 C log to the base 10. Q0/Qന് വരെ ആര് കൊടുക്കാം, θ0/θ. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ലീക്കേജ് മെത്തേഡ് വെച്ച് നമുക്ക് ഹൈ റെസിസ്റ്റൻസ് വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. ഇവിടെയും നമ്മുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്, നേരത്തെ അതേ ആവശ്യം തന്നെയാണ്. C വേണം, T അറിയണം, Q0/Qന് പകരം θ0/θ അറിഞ്ഞിരിക്കണം. അത് നമുക്ക് പക്ഷേ BG യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, നമുക്കത് കണ്ടുപിടിക്കാനും പറ്റും. സോ R can be calculated. So this is the method of leakage to find the high value of resistance in the circuit. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞത് അതിൻ്റെ പ്യുവർ ഫോർമുലേഷനാണ്, തിയറി ഇക്വേഷൻ ഫോർമുലേഷനാണ്. രണ്ടാമത് ഞാൻ പറഞ്ഞത് എങ്ങനെയാണ് അത് പ്രാക്ടിക്കലായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുക. അപ്പോൾ പ്രാക്ടിക്കലായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ അവിടുത്തെ മെയിൻ ആവശ്യം എന്ന് പറയുന്നത് Q0/Qന് വാല്യൂ നമുക്കൊന്ന് കണ്ടുപിടിക്കണം. അത് പക്ഷേ Q0/Q അല്ല, പകരം Q0/Qന് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള θ0/θ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ആളാണ് ആര്, ബാലിസ്റ്റിക് ഗാൽവനോമീറ്റർ. ഓക്കെ.